എന്റെ ലൈഫ് മാറ്റിമറിക്കാം. എന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഈ നിമിഷം വരെയുള്ള ഞാനല്ല ഇനി മുതൽ ലൈഫിലെ തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? അതാണല്ലോ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നേരിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അസീസിന്റെ വളരെ മനോഹരമായിട്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സംശയങ്ങളാണ്. എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു തീരുമാനമാണ്. അല്ലേ, നമുക്ക് നിലവിൽ കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് വലിയ പ്രശ്നമാണ്, വലിയ വിഷയമാണ്. എന്താണ് ഡോക്ടർ നമ്മൾ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളുണ്ട്. ഇത് ഒരു ഡെർമാറ്റിക് ക്ലിനിക്കിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള രീതി നമ്മൾ ഉണ്ടാക്കണം. കാരണം ഇത് സ്കിൻ റിലേറ്റഡ് പ്രൊസീജിയറാണ്. ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. ആ ഒരു ഹെയർ വെക്കാനാണെങ്കിൽ പോലും ആ ഒരു രീതി എന്തുകൊണ്ടാണ് മുടി പോകും, അതിന് ആ ഹെൽത്ത് ചെക്കപ്പ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാം, ബ്ലഡ് ടെസ്റ്റ്, ഇതെല്ലാം ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവിധ ഹെൽത്ത് എക്സാമിന് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു പ്രൊസീജിയറിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടിയുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ നിമിഷം ഞാൻ ചെയ്തത് ഏറ്റവും മികച്ചൊരു ക്ലിനിക്കിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര കമന്റബിൾ ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പൊന്നുപോലും നോക്കും കേട്ടോ. നമ്മൾ ഈ പുറത്ത് നാട്ടിൽ പറയുന്നത് പോലെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ചുമ്മാതാ. ഞാൻ ഇവിടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രവാസികൾക്ക് ഷാർജയുണ്ട്, ദുബായ് ഉണ്ട്. നാട്ടിലാണെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, മലപ്പുറം, എവിടെ വേണമെങ്കിലും ഡ്യൂട്ടീസ് ഉണ്ട്. ലൈഫിലെ തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഈ കടന്നുപോയ പ്രോസസ്സ് എന്നൊരു കോൺഫിഡൻസ്, ഭയങ്കര ആത്മവിശ്വാസം, മറ്റൊന്നും ചിന്തിക്കേണ്ട. ഇന്ന് തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയട്ടെ. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരട്ടെ. കോൺടാക്ട് ഡീറ്റെയിൽസ്, മറ്റു വിശേഷ വിശദ വിവരങ്ങളൊക്കെ ഈ വീഡിയോയിൽ